ഫോണിൽ എങ്ങനെയാണ് സ്പാർക്ക് തുറക്കാൻ പറ്റുക എന്ന് 1-2 പേര് ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഫോണിലൂടെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഫോണിലൂടെയും നമുക്ക് സ്പാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചറൊന്നും ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ബില്ല് പരിശോധിക്കാനോ ബില്ല് ട്രഷറിയിൽ നിന്ന് പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കാനോ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മൊബൈൽ വഴി സ്പാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം സ്പാർക്ക് ഓപ്പൺ ചെയ്യാം. അതിനു വേണ്ടി ഗൂഗിൾ ക്രോം തുറന്നതിന് ശേഷം നമുക്ക് വിൻഡോയിൽ സ്പാർക്ക് എന്നടിക്കുക. സ്പാർക്ക് എന്നടിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് നമുക്ക് കാണും. അത് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. തുടർന്ന് നമ്മളൊന്ന് സ്ക്രീനൊന്ന് വലിച്ചതിന് ശേഷം നമുക്കിടെ സൗകര്യത്തിന് വലിച്ചതിന് ശേഷം അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നൽകുക. അതേപോലെ തൊട്ട താഴെ നമുക്ക് സാധാരണ അടിക്കാനുള്ള കോഡും നൽകുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് OTP ആധാർ വെരിഫിക്കേഷൻ മെസ്സേജ് വരും. അവിടെ നമ്മുടെ മൊബൈലിൽ വരുന്ന OTP നൽകുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതവിടെ ആധാർ OTP വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മൊബൈലിലേക്ക് വന്ന നമ്പർ അവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം ആണ് ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് തുറക്കുക എന്നുള്ളത്. അപ്പോൾ മെസ്സേജ് നമ്മളവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോ സാധാരണ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും വരുന്ന പോലെ തന്നെ ഒരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് സ്ക്രീനൊന്ന് കൈകൊണ്ട് വലിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നമ്മുടെ ബില്ല് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് കാണേണ്ടതെങ്കിൽ ഇങ്ങനെ നമ്മൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഔട്ടായി പോകുന്നതാണ് സാധാരണ കാണുക. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ശ്രമിച്ചാൽ പെട്ടെന്ന് ഔട്ടായി പോകും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് വലിച്ച് വെച്ചതിന് ശേഷം ഇപ്പം ഇതാ അക്കൗണ്ട് എന്നുള്ളതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ട് എന്നുള്ള ഇടത്തിലേക്ക് നമ്മൾ കൈ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ ഒരു മെസ്സേജ് വരും. അതൊന്ന് ജസ്റ്റ് ബാക്ക് ചെയ്യുക. ഇനി നമുക്ക് ബിൽസ് എന്നതിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നു. വീണ്ടും ഇതുപോലൊരു മെസ്സേജ് വരും. ജസ്റ്റ് നമ്മളൊന്ന് ബാക്ക് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഇതാ നമുക്ക് വ്യൂ സബ്മിറ്റഡ് ബിൽസ് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ലാപ്ടോപ്പിൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നമ്മുടെ ഓഫീസ് നെയിമും പിന്നെ DDO കോഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഏത് മാസത്തെ ബില്ലാണോ നമുക്ക് പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടത് അത് നമ്മളൊന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മൾ നവംബർ 2024 ബില്ല് അവിടെ ഗോ കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് വ്യൂ സബ്മിറ്റഡ് പേ ബിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം സാധാരണ ലാപ്ടോപ്പ് കാണുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ നമുക്ക് PF ബില്ലുകളും അതേപോലെ തന്നെ എല്ലാ ബില്ലുകളും ട്രഷറിയിലേക്ക് അയച്ച എല്ലാ ബില്ലുകളും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള അത് നമുക്ക് ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ.